ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഹുവാനാണ് സ്പോർട്സ് കോമ്പറ്റീഷന് പങ്കെടുത്തുകൊണ്ട് അവളുടെ അമ്മയെ നല്ല വിഷമത്തി അവളെ വഴക്കറിഞ്ഞാണ്. അങ്ങനെ അതിനുശേഷം കാര്യം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അന്ന് രാത്രി സോങ് ആണ് അവന്റെ അമ്മയോട് മറ്റേ കൈ കുത്തിയിരിക്കുന്ന സൂചി എങ്ങനെ വേദന ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന ചോദിക്കും. അതോടെ അവന്റെ അമ്മയും നീയൊക്കെ അല്ലാതെ അവളുടെ കയ്യിൽ നിന്ന് അത് വലിച്ചൂരിയെന്ന് അറിഞ്ഞിട്ട് ഇനി മേലെ അതൊന്ന് ആവർത്തിക്കില്ലെന്ന് അറിയും. അങ്ങനെ ഹുവാന് പണ്ടേതോ ഒരു സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞ് ഇനി അവളെ റിസ്ക് ആയിട്ടുള്ള പരിപാടിക്കൊന്നും പറഞ്ഞേക്കില്ലെന്ന് അറിയും. അങ്ങനെ എന്തോ സംഭവം ഒന്നും ക്ലിയർ ആയിട്ട് ഇവന്റെ അമ്മ ഇപ്പൊ ഇവനോട് പറയുന്നില്ല. അതിനുശേഷം അമ്മ അവസാനമായിട്ട് ഇവൻ ചോദിച്ച പോലെ തന്നെ എങ്ങനെ വേദനയില്ലാതെ നീഡിലെടുക്കുന്നതെന്ന് അറിഞ്ഞ് അവന് പഠിപ്പിച്ചെടുത്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവനാണ് സന്തോഷത്തിരിക്കുമ്പം ഇത് കാണുന്ന അവന്റെ അമ്മയും ക്ലാസ് മാറിയപ്പോൾ തൊട്ടാണ് നിന്റെ ഫേസ് ഇത്ര സന്തോഷം എന്ന് പറഞ്ഞ് അവരിട്ട് അവനെ കളിയാക്കും. അതിനുശേഷം അവനും നിങ്ങളോടൊക്കെ പറയാതെ ഞാൻ ക്ലാസ് മാറാൻ തീരുമാനിച്ചതിന് സോറി എന്ന് അവന്റെ അമ്മയോട് പറയുമ്പം നിന്റെ കാര്യമെല്ലാം നടന്നതിന് ശേഷം നീ സോറി പറഞ്ഞിട്ട് എന്തോടെ കാര്യം എന്ന് പറഞ്ഞ് അവരിപ്പോ കാര്യം വ്യക്തമായിട്ട് പറയും. ഇവൻ ഇവിടെ പഠിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും മെഡിക്കൽ ഫീൽഡിൽ മാത്രം പോകല്ലെന്ന്. കാരണം ഒരു ഡോക്ടർ ആയതുകൊണ്ട് ആ ജോലി എത്രമാത്രം കഷ്ടമെന്ന് ഇവർക്കറിയാം. അങ്ങനെ അതുമാത്രമല്ല, നീ നിന്റെ അച്ഛനെ പോലെ സ്വന്തം കുടുംബത്തിനെ നോക്കാതെ മൊത്തം ടെൻഷനായിട്ടിരിക്കുന്ന പണിയൊക്കെ ചെയ്യേണ്ടെന്ന് അമ്മ അവനെ വാൺ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ജോലിയും ഇതേപോലെ ആണെങ്കിലും ഡോക്ടർ മാത്രം എന്റെ എക്സ്പീരിയൻസ് വേണ്ടെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ ഇതേസമയം ഇവനാണ് ഇവരറിയാതെ ഡോക്ടർ പഠിക്കാനെ തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ അതറിയുമ്പോഴായിരിക്കും ഇനി സീനാകാൻ പോകുന്നത്. ഇതേസമയം ഇവിടെ ഹുവാനാണ് അവൾ വീട്ടിൽ നിന്ന് ഫ്രഷ് ആകുമ്പോഴാണ് ഇവളുടെ തല ഒരു വലിയ സർജറി ചെയ്ത പാട് കാണും. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഇവള് റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരെല്ലാം കൂടെ മെസ്സേജ് ഇവളിപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് തിരക്കേക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തി അവർക്കെല്ലാം റിപ്ലൈ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവൾ റൂമിൽ നിന്നേക്കുന്നുണ്ട്. അവിടുന്ന് ജംഗ്ഷനാണ് ഒരു കല്ലെടുത്തെറിഞ്ഞ് ഇവളെ വിളിക്കും. അങ്ങനെ അവനും ഇവൾക്ക് ഇപ്പം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, എൻ്റെ അമ്മയെ കുറച്ച് ഓവറായിട്ട് എന്നെ കുറിച്ച് ഫീൽ ചെയ്തെന്ന് പറഞ്ഞ് ഇവനെ സമാനപ്പെടാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ജിങ്ഷിയാണ് അവന്റെ പാരൻസിനോട് ചെന്ന് ഹുവാൻ എന്തുകൊണ്ടാണ് സ്പോർട്സ് കോമ്പറ്റീഷനിലൊന്നും പങ്കെടുക്കേണ്ടെന്ന് അവളുടെ അമ്മ പറയുന്നതും ചോദിക്കും. അപ്പോഴാണ് അവരും കൊച്ചിലെ തൊട്ടേ അവൾ കുറച്ച് വീക്കാന്ന് പറഞ്ഞ് അവൾ ഇമാതിരി പണിയും ചെയ്യാതിരിക്കുന്ന അവൾക്ക് നല്ലതെന്ന് അറിയും. അതിനുശേഷം അവൻ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഇവളിപ്പോൾ ഞാൻ കാരണമാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് അവന് ചെറിയ കുറ്റബോധമാകും. അതിനുശേഷം അടുത്ത ദിവസം ഇവർ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് സോങ് ആണ് അവളോടുള്ള സ്നേഹം കൊണ്ട് ഇനിയിപ്പോൾ ഇവള് വീണ്ടും തലയിറങ്ങി വീഴാതിരിക്കാൻ വേണ്ടി ഇവൾക്ക് മുട്ടായി എടുത്തു കൊടുക്കും. കാരണം മത്സരത്തിൽ ലോ ഷുഗർ ആയതുകൊണ്ട് ഇവള് വീഴുന്നത്. പക്ഷെ ഇത് കാണുന്ന ഇവളാണ് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ജിങ്ഷിയും അവളൊന്ന് പേഷ്യന്റ് അല്ലടാ സോങ് എന്ന് പറഞ്ഞിട്ട് അവൻ പെടുന്ന ടോപ്പിക് അങ്ങ് മാറ്റും. അങ്ങനെ അതിനുശേഷം ഹുവാന് കുറച്ച് ആശ്വാസം വരുന്നത്. കാരണം അവൾക്ക് ഇങ്ങനെ അവളെ പേഷ്യന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. എന്നിട്ട് ഇവിടെ സ്കൂളിൽ വെച്ച് ജിങ്ഷിയാണ് ഇവനെ ചാലഞ്ച് ചെയ്ത മറ്റേ ക്ലാസ്സിലെ പയ്യനോട് ഒരു ബോസ് ഇവിടെ വന്ന് നിപ്പുണ്ടെന്ന് പറഞ്ഞ് അവന് ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് മറ്റവന് ചലഞ്ച് തോറ്റുപോയതുകൊണ്ട് ഇപ്പൊ ജിങ്ഷിയെ നോക്കി ബോസ് എന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ സ്ഥലം വിടുമ്പം ജിങ്ഷിയാണ് എന്നെ ബോസ് എന്നൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കും. പക്ഷെ അവനാണ് ആളവിടെ കാണത്തില്ല. അതിനുശേഷം ക്ലാസ് വെച്ച് ഇവരുടെ സാറാണ് ഇവരുടെ സ്കൂളിൽ കൾച്ചറൽ ഫെസ്റ്റിവൽ വരുന്നതുകൊണ്ട് ഇവരുടെ ക്ലാസ്സിൽ ഒരു ഈവന്റ് നടത്താൻ പോകുന്ന അറിയും. അതായത് എല്ലാവരും കുറച്ച് നോളജ് തരുന്ന ബുക്ക് എടുത്തിട്ട് അത് പരസ്പരം ഇവർ ഓരോരുത്തരും ആ ബുക്ക് ഷെയർ ചെയ്യണം. അങ്ങനെ അത് ലീഡറിനോട് ഏൽപ്പിക്കാൻ പറയുമ്പോഴാണ് പിള്ളേരെല്ലാരും കൂടെ എങ്കിൽ പിന്നെ ലീഡറിന് അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യന്റെ ബുക്ക് തന്നെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞ് അവരെല്ലാരും കൂടെ കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് സാറാണ് എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുക്ക് ലൈബ്രറി വെച്ചിട്ട് വേറെ ആൾക്കാരുടെ ബുക്ക് എടുത്തോണ്ട് പോയിക്കോളാൻ പറയും. അങ്ങനെയാണ് ആരുടെ ബുക്കാന്ന് ആർക്കും അറിയത്തില്ലെന്ന് സാറും പറഞ്ഞിട്ട് പോകുമ്പം ഷീഷിയാണ് സോങ് ഏത് ബുക്കാ വയ്ക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾ ഹുവാനോട് പറഞ്ഞ് ഇവരെല്ലാം പുറത്ത് ഡ്രിങ്ക്സ് കഴിക്കാൻ വേണ്ടി വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അവന്മാർ രണ്ടുപേരും കൂടെ എങ്കിൽ പിന്നെ നിന്റെ ചെലവാണെങ്കിൽ വരാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ചെല്ലും. അങ്ങനെ ആ ചാൻസ് യൂസ് ചെയ്ത് ഷീഷി സോങ്ങിനോട് ഇവൻ ഏത് ബുക്കാ വയ്ക്കാമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൻ ഇതുവരെ തീരുമാനിച്ചില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ജിങ്ഷിയാണ് ഞാനും കുറെ ബുക്കൊക്കെ വായിക്കുമെന്ന് പറഞ്ഞിട്ട് അവന്റെ കുറെ ബുക്സിന്റെ കളക്ഷൻ ആണെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ട് ഇവന്റെ ഷോ ഒന്ന് മൈൻഡ് ചെയ്യാതെ ഷീഷിയാണ് അവൾക്കൊരു ബുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഹുവാൻ അവളുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകും. അതിനുശേഷം ഇവളുടെ സോങ്ങും നീ എപ്പോ തൊട്ടാണ് ബുക്കൊക്കെ വായിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞ് അവന്റെ അടുത്തും ചോദിക്കുമ്പോഴാണ് അവന്റെ സൈലൻസിൽ തന്നെ മനസ്സിലായി അവൻ എങ്ങനത്തെ ബുക്കാ വായിക്കുന്നതെന്ന്. അങ്ങനെ അതേസമയം ഇവിടെ ഹുവാനും ഷീഷയോടുകൂടെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന പിയാനോ കണ്ടിട്ട് ഇവൾക്ക് പിയാനോ ഒക്കെ വായിക്കാൻ അറിയാൻ ചോദിക്കും. അപ്പോഴാണ് ഷീഷിയും എനിക്ക് പിയാനോക്കാരും വേറെ ഇൻസ്ട്രുമെന്റ് ഇഷ്ടം പറഞ്ഞിട്ട് ഇവളുടെ അമ്മ ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇവൾ ഇതൊക്കെ പഠിക്കുന്നതെന്ന് പറയും. അതിനുശേഷം അവിടേക്ക് വരുന്ന ഇവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ലേഡിയും ഇവർ കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് പോകുമ്പോൾ ഹുവാനാണ് ഇവളുടെ അമ്മയാൻ തെറ്റിരിച്ച് ഇവളുടെ അമ്മ ഭയങ്കര സ്വീറ്റാന്ന് പറയും. അപ്പോഴാണ് അവളും അതിവിടെ ജോലി ചെയ്യുന്ന ലേഡിയ എന്റെ അമ്മയെ കണ്ടാ നീ ഇങ്ങനെയൊന്നും പറയത്തില്ലെന്ന് അവളും ബുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഹുവാനെ വിളിച്ചോണ്ട് റൂമിലേക്ക് ചെല്ലും. അതിനുശേഷം ഹുവാനും അവൾക്കൊരു ബുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷീഷി തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇവൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് സെലക്ട് ചെയ്താലേ
കഴിഞ്ഞാല് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ ആർക്കെങ്കിലും ഇവളുടെ അതേ ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളെന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. എന്നിട്ട് ശീശയും സോങ് ഏത് ബുക്കാ സെലക്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടി നൈസിന് ഇവളോട് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവൾ ഞാൻ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് ശീശിക്ക് മറുപടി പറയും. അങ്ങനെ അതുകൊണ്ട് അവളിപ്പോ സന്തോഷത്തില്ല. അതിനുശേഷം വീട്ടിലേക്കൊന്ന് ഹുവാനാണ് എന്തായാലും ഇവൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് സെലക്ട് ആണ്, അത് ഇവളുടെ വീട്ടിൽ നിന്ന് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ അവളുടെ അമ്മയോട് ചെന്ന് ചോദിച്ചു നോക്കും. അപ്പോഴാണ് അവരും കുറെ മെഡിക്കലിന്റെ ബുക്സ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് ഇതിനകത്തിരിക്കുന്ന എല്ലാം നിനക്ക് നോളജ് എന്ന് പറഞ്ഞ് ഇതിന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അത് കണ്ടിട്ട് അവളാണ് അമ്മ എനിക്ക് ഈ മെഡിക്കലൊന്നും വേണ്ട, നിങ്ങൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞെന്താ എന്നിട്ട് ഇവളും ചോദിക്കുമ്പോൾ നിനക്ക് മനുഷ്യരെ കുറിച്ച് അറിയുള്ള ബുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കുറെ അഡ്വൈസ് ചെയ്യും. അങ്ങനെ അതിനുശേഷം അവസാനമായിട്ട് അവളുടെ അമ്മയും അവരിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂറോ സൈക്കോളജിയെ കുറിച്ച് ഒരു ബുക്ക് എടുത്ത് കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് അവള് എനിക്ക് ഈ ബുക്ക് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ റൂമിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം അടുത്ത ദിവസം ഇവരും ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഹുവാനാണ് ഇന്നലെ ആ ബുക്ക് കുറെ വായിച്ചുകൊണ്ട് അവൾ അതിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഇത് കേട്ട് ജിങ്ഷിയാണ് നീ ചുമ്മാ ഇല്ലാതൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഭ്രാന്താന്ന് പറയും. അതേസമയം ന്യൂറോളജിയെ കുറിച്ച് സോങ്ങിന് നല്ല പിടുത്തമുണ്ട്, അതുകൊണ്ട് അവനും ഇവള് പറയുന്നത് കറക്റ്റാന്ന് പറയും. അങ്ങനെ അതിനുശേഷം ജിങ്ഷി ഇതൊന്നും വിശ്വസിക്കാത്തോണ്ട് അവന് മനസ്സിലാവുന്ന രീതിയിൽ ഇവള് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് അവന്റെ ചെവി പിടിച്ച് കിള്ളിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവനാണ് ദേഷ്യത്തി നീ എന്നെ ഉപദ്രവിക്കാതെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അവളായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴാണ് അവസാനം ഇവന് പിടിയിടുന്ന ഇവള് ചുമ്മാ ന്യൂറോളജി പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് ഇവനെ ചുമ്മാ കളിയാക്കിയതാണെന്ന്. അതുകൊണ്ട് അവനും ദേഷ്യത്തി അവളായിട്ട് ഓടിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇവരുടെ ക്ലാസിന്റെ പുറത്ത് വെച്ച ഒരു പയ്യനും ഒരു പെങ്കൊച്ചിനെ പ്രൊപ്പോസ് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്ന ടിയാനാണ് ആവശ്യമില്ലാതെ റൊമാൻസ് ചെയ്യാതെ പോയി പഠിക്കാൻ നോക്കണം വേണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പിറുകൊടുത്തോണ്ടേ പോകും. കാരണം അളിയൻ പഠിത്തത്തിൽ മാത്രമേ എപ്പോഴും ഫോക്കസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇപ്പൊ ക്ലാസ് റൂമിലാണ് എല്ലാവരും അവരുടെ ബുക്കൊക്കെ സ്പ്രേ ഒക്കെ ചെയ്തോണ്ടിരിക്കും, എന്നാലേ അത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളിനെ അട്രാക്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ അവസാനം എല്ലാവരും ബുക്കൊക്കെ ബൈൻഡ് ചെയ്തിട്ട് ആരും അറിയാതെ ലൈബ്രറി ചെന്ന് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ജിങ്ഷിയും നൈസിന് ശീശിയെ ഫോളോ ചെയ്ത് പോയി അവൾ ഏത് ബുക്കാ വയ്ക്കുന്നതെന്ന് പറഞ്ഞ് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇവൻ ഏത് ബുക്കാ വയ്ക്കുന്നതെന്ന് പറഞ്ഞ് ഇവരുടെ ക്ലാസ് ലീഡറാണ് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവൾക്ക് ജിങ്ഷി ഇഷ്ടമാണ്. അങ്ങനെ അവസാനം ശീശ അറിയാതെ അവൾ വച്ച ബുക്ക് എടുത്തിട്ട് ജിങ്ഷിയാണെ അപ്പം തന്നെ സ്ഥലം വിടും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന ക്ലാസ് ലീഡറും ജിങ്ഷി വെച്ച ബുക്ക് എടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ ശീശയാണ് ഹുവാന്റെ അടുത്ത് ചോദിച്ചു മനസ്സിലായി കാണും സോങ് ഏത് ബുക്കാ വച്ചതെന്ന് പറഞ്ഞ്. അങ്ങനെ അതുകൊണ്ട് അവൾ ആ ബുക്ക് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഹുവാനും ഇവളിങ്ങനെ പ്രത്യേകിച്ച് 6 ബുക്കാ തപ്പുന്നതും ജയിക്കും. അങ്ങനെ ശീശ ഓരോ ബുക്കൊക്കെ നോക്കിക്കൊണ്ട് സോങ് ക്യാച്ചറിന്റെ ഈ ബുക്കല്ലേ വച്ചതെന്ന് പറഞ്ഞ് വീണ്ടും ഹുവാനോട് ചോദിക്കും. അതുകൊണ്ട് അവളും നീ ഇത് പല പ്രാവശ്യം എന്നോട് ചോദിച്ചു, നീ എന്തിനാ അവനെ കുറിച്ച് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത് എന്നിന് ഇവളും ചോദിക്കുമ്പോൾ ശീശയും കുറച്ച് സൈലന്റ് ആയിട്ട് അവള് പിന്നെ ആ ബുക്ക് തപ്പാന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ അതിനുശേഷം ഹുവാൻ ഒരു ബുക്ക് എടുത്തിട്ട് അവൾ ക്ലാസ് വെച്ച് തുറന്നു നോക്കുമ്പോഴാണ് ഇവരുടെ കോളേജ് എൻട്രൻസ് എക്സാമിന് വേണ്ടി ഒരു പഠിക്കുന്ന ബുക്കായിരിക്കും അത്. അതുകൊണ്ട് അവള് ദേഷ്യത്തി ഈ ബുക്കൊക്കെ ആരാടെ ലൈബ്രറിയിൽ നിന്ന് വെച്ചെന്ന് പറഞ്ഞ് അവൾ അവിടെ ചീത്ത വിളിക്കുമ്പോൾ ടിയാനായിരിക്കും ഈ പരിപാടി കാണിച്ചത്. അതുകൊണ്ട് അവൻ ഇപ്പം തന്നെ പഠിച്ചതെന്ന് പറഞ്ഞ് അവളായിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവനാണ് ക്ലാസ് ലീഡറിന്റെ ആയിരിക്കുന്ന ബുക്ക് കണ്ടിട്ട് ദ ക്യാച്ചർ ഇൻ ദ അയ്യോ ഈ ബുക്കൊക്കെ നീ പഠിക്കോ ഏതിന് അവൻ അവിടെ നിന്ന് കളിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബുക്കിന്റെ പേര് കേട്ട് ശീശയാണ് ഇവിടെ ഷോക്കായി പോകും. കാരണം ഇത് സോങ്ങിന്റെ ബുക്കാണ്, അതുകൊണ്ട് ഇവളാണ് തെറ്റിയിരിക്കും. അപ്പൊ ഈ ക്ലാസ് ലീഡറിന് സോങ്ങിന് ഇഷ്ടമുള്ളതുകൊണ്ടാ അവന്റെ ബുക്ക് ഇങ്ങനെ മനഃപൂർവ്വം ചൂസ് ചെയ്തതെന്ന്. അതുകൊണ്ട് അവളോട് നല്ല വെറുപ്പ് തോന്നും. പക്ഷെ പാവം ക്ലാസ് ലീഡറാണ് ജിങ്ഷി വെച്ച ബുക്കാണ് എടുത്തോണ്ടെന്ന്. അതുകൊണ്ട് അവൾക്കറിയത്തില്ല ഇത് സോങ്ങിന്റെ ബുക്കാണെന്ന്. അങ്ങനെ അപ്പൊ തൊട്ട് ശീശിക്ക് ആ ക്ലാസ് ലീഡറിനോട് നല്ല വെറുപ്പാകും. കാരണം ഇവൾക്ക് ഇഷ്ടപ്പെട്ട സോങ്ങിനെ അവളും കൂടെ നോക്കുന്നുണ്ട്. അങ്ങനെ ഈ ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഒരു 3 ദിവസമായി. അങ്ങനെ സോങ്ങും ജിങ്ഷിയും കൂടെ ആ ബുക്ക് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സോങ് നാളെ തന്നെ ഈ ബുക്കൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് അറിയും. അതുകൊണ്ട് അവനും ജിങ്ഷി പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് കണ്ടിട്ട് ഇത് ആരുടെ ആയിരിക്കും എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതൊക്കെ എന്തിനാ ചോദിക്കുന്നത്, നിന്റെ ആരുടെയാന്ന് ഞാൻ വല്ലതും ചോദിച്ചായിരുന്നു, കൂടാതെ എന്തുവാടാ മെഡിക്കലിന്റെ ബുക്കോ ഇതൊക്കെയാണ് നീ സെലക്ട് ചെയ്തത് എന്നിന് ജിങ്ഷിയും പറയുമ്പോഴാണ് സോങ് അവനോട് പറയുന്നത് അവ ലൈബ്രറിയിൽ നിന്ന് ആരുടെയും ബുക്ക് എടുത്തില്ലെന്ന്. കാരണം ഇവന് ഇഷ്ടപ്പെട്ട ന്യൂറോ സൈക്കോളജി ബുക്ക് ഇവന് കിട്ടിയില്ല. അങ്ങനെ അതുകൊണ്ട് അവനത് എടുക്കാത്ത. അതിനുശേഷം ജിങ്ഷിയുടെ ബുക്ക് മണപ്പിച്ച് നോക്കിയിട്ട് ഇതിനകത്ത് എന്തോടെ ഒരു വാടടിക്കുന്ന പറഞ്ഞ് ചോദിക്കുമ്പോൾ ജിങ്ഷിയും ജലസായി അത് വാടയൊന്നുമല്ലടാ അത് പെർഫ്യൂമാ, നിനക്കിതൊന്നും മനസ്സിലാവത്തില്ല എന്നിന് അവന് ശീശയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ജിങ്ഷിയും ബുക്കിന്റെ ഫ്രണ്ട് എന്തെങ്കിലും എഴുതണമെന്ന് പറഞ്ഞിട്ട് ആ സോങ്ങിനെ കൊണ്ട് എഴുതിപ്പിക്കും. അങ്ങനെ അടുത്ത ദിവസം ഇവരെല്ലാം ബുക്ക് തിരിച്ചു വയ്ക്കുമ്പോഴാണ് ഇവിടെ ശീശയും സോങ്ങിന്റെ ബുക്ക് കിട്ടാത്തതുകൊണ്ട് അപ്സെറ്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഹുവാനാണ് അവളുടെ ബുക്ക് എവിടെന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൾക്ക് സോങ് വെച്ച ബുക്കാണ് കിട്ടും. അങ്ങനെ അതുകൊണ്ട് ഇവൾക്ക് സോങ്ങിന്റെ വേണം ഇപ്പൊ വായിക്കാന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശീശ സന്തോഷത്തി അവന്റെ ബുക്ക് എങ്ങനെയാന്ന് പറഞ്ഞ് തുറന്നു നോക്കും. അപ്പോഴാണ് മറ്റേ ക്ലാസ് ലീഡർ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ഉള്ള ഒരാളെ തന്നെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ അവൾ ജിങ്ഷി ഉദ്ദേശിച്ചാണ് എഴുതിയത്. പക്ഷെ ഇത് കാണുന്ന ശീശയാണ് തെറ്റിരിച്ചിട്ട് ഇവൾക്ക് സോങ്ങിനോട് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവളോട് നല്ല രീതിക്ക് വെറുപ്പാകും. അങ്ങനെ അതിനുശേഷം ഹുവാനും ശീശയുടെ ബുക്ക് ആരെ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് അവളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഇവളെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് ഇത് സോങ്ങിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ശീശയാണ് സന്തോഷത്തി അപ്പൊ സോങ് ആയിരിക്കും എന്റെ ബുക്ക് എടുത്തെന്ന് പറഞ്ഞിട്ട് അവളും അതങ്ങ് ഹാപ്പി ആകും. അപ്പോഴാണ് ഇതൊക്കെ സൈഡിൽ നിന്ന് കാണുന്ന ജിങ്ഷിയും ഞാൻ എഴുതി വെച്ചേക്കുന്ന കണ്ട് സന്തോഷപ്പെടായിരിക്കും പറഞ്ഞിട്ട് അവൻ ഐസിന് ഇവർ അടുത്തേക്കൊന്ന് ഷോ
ഷോയെ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവനും നൈസിന് ശീശയെ വായി നോക്കിക്കൊണ്ട് ഇന്ന് വൈകിട്ട് ഞാൻ സോങ്ങിന്റെ കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് പോകാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പിലാണ് ഇത് കേൾക്കുന്ന ശീശയാണ് എങ്കിൽ പിന്നെ ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് പറഞ്ഞ് ഹുവാനോട് ചോദിക്കുമ്പം ഹുവാൻ ഇവളുടെ വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ലെന്ന് ചോദിക്കും. അപ്പിലാണ് ശീശയും അതൊക്കെ ഇവൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഉടനെ ഹുവാന് നല്ല സന്തോഷമാകും. അതിനുശേഷം ഇവരെല്ലാം ഒരുമിച്ച് വൈകിട്ട് കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോഴാണ് അവിടേക്ക് ജിങ്ഷിയാണ് ശീശി കഴിക്കാൻ വേണ്ടി ചിക്കനായിട്ട് വന്നേക്കും. അങ്ങനെ അവൻ ഇവൾക്ക് മാത്രം ഫുഡ് കൊടുത്തിട്ട് എന്റെ ചിക്കൻ കഴിച്ചോണ്ട നിനക്ക് പഠിത്തത്തിൽ നല്ല മാർക്ക് വന്നെന്ന് അവനും പറയും. അപ്പിലാണ് അവളും എങ്കിൽ പിന്നെ ഇവന്റെ മാർക്ക് എത്ര എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന് പരീക്ഷയ്ക്ക് ഇവരൊന്നും ലാസ്റ്റ് വായിക്കാത്തോണ്ട് അവനിപ്പോ ലാസ്റ്റ് എന്ന് പറയും. അപ്പിലാണ് ഇവനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന രണ്ട് സോങ്ങും അളിയാ ഈ തവണ നമുക്ക് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും സന്തോഷിക്കണ്ട എന്നിന് അവനും പറഞ്ഞ ഉടനെ ജിങ്ഷിയാണ് ഞെട്ടിപ്പോയിട്ട് എന്തോ പാരന്റ്സ് മീറ്റിങ്ങോ, അപ്പോ എന്റെ കഥ ഇതോടെ തീർന്നോ, എനിക്കിനി പുതിയ ഫോണും വാങ്ങിച്ചെടുത്തില്ല എന്നിന് അവൻ അവിടെ ഷോ അടിച്ചിരിക്കുമ്പോൾ ഇവരിൽ അവനെ നോക്കി ചിരിച്ചോണ്ടിരിക്കും. അപ്പിലാണ് ജിങ്ഷിയും ഇവൻ വാങ്ങിച്ചോണ്ട് ചിക്കൻ ഹുവാൻ വെട്ടി കഴിഞ്ഞിട്ട് നല്ലോണം അടിച്ച് കയറ്റടി നിറഞ്ഞിട്ട് അവളെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ഇവരുടെ പാരന്റ്സ് മീറ്റിംഗ് നടക്കുമ്പോഴാണ് ഇവിടെ ജിങ്ഷിയാണ് അവന്റെ അമ്മ വന്ന ഇതോടെ അവന്റെ കാര്യം തീർന്നു പറഞ്ഞ് പേടിച്ചിരിക്കും. അതേപോലെ തന്നെ ഇവന്റെ അമ്മയും പാരന്റ്സ് മീറ്റിംഗിലേക്ക് വരും. അങ്ങനെ അതുകൊണ്ട് അവനും പേടിച്ച് സ്ഥലം വിടുമ്പം ഇവിടെ ക്ലാസ്സിൽ വെച്ച് സാറും ഫസ്റ്റ് വാങ്ങിച്ച സോങ്ങാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ടിയാന്റെ അമ്മയും കുറച്ച് പുച്ഛമുണ്ട്. കാരണം ഇതുവരെ സോങ് ഇല്ലാത്തതുകൊണ്ട് അവരുടെ മോനായിരിക്കും ഫസ്റ്റ് വാങ്ങിക്കുന്നത്. പക്ഷെ ഈ തവണ ഫസ്റ്റ് വന്ന സോങ് ആണ്. അങ്ങനെ അതിനെ അത് പറയുമ്പോ തന്നെ ഈ ക്ലാസ്സിലെ ലാസ്റ്റ് എന്ന് പറഞ്ഞ് ജിങ്ഷി എന്ന് പറഞ്ഞ് നാറ്റിക്കും. അങ്ങനെ അതുകൊണ്ട് അവന്റെ അമ്മയോട് സ്കൂളിൽ പറഞ്ഞയച്ചാൽ മാത്രം പോരാ, വീട്ടിൽ അവൻ പഠിക്കുന്നുണ്ടോ ഇല്ലയും കൂടെ നോക്കണം എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കാൻ വേണ്ടി പറയുമ്പോഴാണ് അവരാണ് നാണം കെട്ടിട്ട് എന്തോ പറയണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ടിയാന്റെ അമ്മയാണ് പെട്ടെന്ന് ടോപ്പിക് മാറ്റാൻ വേണ്ടി ഞാൻ വേണം എന്റെ മോൻ എങ്ങനെ നല്ലോണം പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് അഡ്വൈസ് തരാന്ന് പറഞ്ഞ് അവരാണ് ജിങ്ഷിയുടെ അമ്മയുടെ നാണക്കേട് അങ്ങ് ഇല്ലാതാക്കും. അങ്ങനെ പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ് ഇവരതിന് താങ്ക്സ് പറയുമ്പോഴാണ് അതേസമയം ടിയാന്റെ അമ്മയും എന്നാലും പിള്ളേരുടെ മാർക്കിനെ കുറിച്ച് ഇങ്ങനെയാണ് പബ്ലിക്കായിട്ട് പറയുന്നതെന്ന് ഇവരാ സാറിനെ വഴി പറയും. അതിനുശേഷം ജിങ്ഷിയുടെ അമ്മയും എന്തായാലും നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയില്ല ഇതൊക്കെ സംസാരിക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയതിനു ശേഷം ആ ജിങ്ഷിയെ 2-3 വാക്കെങ്കിലും വഴക്ക് പറഞ്ഞാൽ സമാനം കിടത്തുള്ളൂ പറയും. അങ്ങനെ ഇവർ ദേഷ്യത്തിൽ ഇവിടെ നിന്ന് വീട്ടിലെ ചെല്ലുമ്പോഴാണ് ഇതറിഞ്ഞ ജിങ്ഷിയാണ് നേരത്തെ തന്നെ ഹുവാന് കുടിക്കാൻ വേണ്ടി മിൽക്കൊക്കെ കൊടുത്തിട്ട് അവള് വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവളാണ് പേടിച്ചുപോയി നീ എന്തിനാണ് എന്നെ തടഞ്ഞു എന്ന് പറഞ്ഞ് അവള് വീട്ടിൽ പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവനും എടി എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ചിക്കനും കഴിച്ചിട്ട് നീ എന്നെ സഹായിക്കാതെ പോകും, മര്യാദയ്ക്ക് എന്റെ കൂടെ വീട്ടിൽ വരണം, എന്നാലേ എന്റെ അമ്മയുടെ അടുത്ത് എനിക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നിന് അവളെയും വിളിച്ചോണ്ട് പോകുമ്പോൾ അവൾ എന്റെ അമ്മയുടെ അടുത്ത് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അതേസമയം ഇവിടെ അവന്റെ അമ്മയാണ് ജിങ്ഷി വീട്ടിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവൻ വന്ന കണ്ടുടനെ നീയൊക്കെ പഠിക്കാതെ എന്തുവാടാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് കൂടെ ഹുവാനുള്ളത് കണ്ടിട്ട് നൈസിന് അമ്മയുടെ ടൂണങ്ങ് മാറും. എടാ ജിങ്ഷി നിനക്ക് പഠിച്ചുകൂടെ ഒന്ന്, നീ കണ്ണടച്ച് 2-3 ആൻസർ സെലക്ട് ചെയ്താൽ പോലും നിനക്ക് 5-6 മാർക്കെങ്കിലും കിട്ടിയാന്, ഇതിപ്പോ നിന്റെ അവസ്ഥ ഇങ്ങനെ ആയി പോയില്ലേ, ഇനി നീ മര്യാദയ്ക്ക് പഠിച്ചോണം എന്നിന് അമ്മയും പറയുമ്പോ തന്നെ ഇവന് പഠിക്കാനല്ല അമ്മ ഞാൻ ഹുവാനെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് നൈസിന് അവളെ വിളിച്ചോണ്ട് റൂമിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം അവളും നിന്നെ പഠിപ്പിക്കാനാണോ അപ്പൊ എന്നെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് അവള് കുറച്ച് ഇംപ്രസ് ആയിരിക്കുമ്പം അവനും പറയും പഠിക്കാനൊന്നുമില്ല മാങ്ങാത്തുലി, നീ ഇവിടുന്ന് ഹോംവർക്ക് ചെയ്തോ, ഞാൻ ഗെയിം കളിക്കാൻ പോവാ, കൂടാതെ ഞാൻ സോങ്ങിന് വിളിക്കാത്ത എന്താണെന്നറിയോ, അവൻ വന്ന അവൻ അഡ്വൈസ് ചെയ്ത് കൊല്ലും, നീയാണൊന്നും പറയത്തില്ലല്ലോ എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇവളും ഇവൻ എങ്ങനെ ആൻസർ ചെയ്തെന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് പേപ്പർ എടുത്ത് നോക്കും. അപ്പോഴാണ് ഇവൻ കഴിഞ്ഞവണ കറക്റ്റ് ആയിട്ട് ചെയ്ത ആൻസർ തന്നെ ഇതിനകത്ത് തെറ്റിച്ചുവെച്ചേക്കുന്നുണ്ട്, സത്യത്തിൽ ഇതവൻ അറിയാതെ ചെയ്തതാണോ അല്ല മനഃപൂർവ്വം തോറ്റു കൊടുത്തതാണോ എന്ന് അറിഞ്ഞിട്ട് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവൻ അടുത്തേക്കൊന്ന് ഞാൻ ചുമ്മാ കണ്ണുകൊത്തി ഓരോന്ന് സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം എനിക്കിത് മാർക്ക് കിട്ടിയ എന്നിട്ട് അവനൊരു റീസൺ പറയുമ്പോൾ ഇവളത് വിശ്വസിക്കാതെ എങ്കിപ്പൻ ഇപ്പൊ തന്നെ ഇവന്റെ അമ്മയോട് ഈ കാര്യം പറയാൻ പോകുന്ന പറയും. അതോടെ അവനാണ് പേടിച്ചിട്ട് ആ മതി ഹുവാൻ ഞാൻ സത്യം പറയാം, ഞാനേ പാവ ശീശി ലാസ്റ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ മനഃപൂർവ്വം തോറ്റു കൊടുത്ത ഈ കാര്യം നീ ആരോടൊന്നും പറയില്ല, കാരണം ഇതെന്റെ രഹസ്യം ഇതിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവളാണ് ഇത് കേട്ട് ഒരു സെക്കൻഡ് ഷോക്കായി പോകും. അങ്ങനെ ഇവൻ പറഞ്ഞപ്പോ എന്തോന്നറിയത്തില്ല അവൾക്ക് ചെറുതായിട്ട് ഭാരമായിട്ട് ഫീൽ ചെയ്യും, കാരണം ഇവൾക്ക് അവനോട് ഇഷ്ടമുള്ളതുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം സ്കൂളിൽ വെച്ചാണ് ഇവരുടെ സാറും എല്ലാവരുടെയും ഫോം എടുത്തിട്ട് ഇവർക്ക് സയൻസ് ആണോ ആർട്സ് ആണോ പഠിക്കാൻ പോകുന്നതെന്ന് വീട്ടുകാരോട് ചെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ ജിങ്ഷിയും സോങ്ങും കൂടെ സയൻസ് എടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ശീശിയും ഹുവാൻ ഏതാ സെലക്ട് ചെയ്യാമെന്നും ചോദിക്കും. അപ്പോഴാണ് അവളും ഞാനും സയൻസാന്ന് പറഞ്ഞ് അവളോട് പറയുമ്പം ശീശി എങ്കിൽ പിന്നെ ഞാനും സയൻസാ ചൂസ് ചെയ്യാമെന്ന് പറയും. അപ്പോഴാണ് ഇതേട്ട് ഹുവാനാണ് എങ്കിൽ പിന്നെ ഇവളുടെ അമ്മ എന്നെ സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പം ഇവൾ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സൈൻ ഇട്ടോളെന്ന് പറഞ്ഞിട്ട് ഇവൾ സന്തോഷത്തിരിക്കും. അങ്ങനെ അതിനുശേഷം വീട്ടിലേക്ക് ചെന്നിട്ട് ഇവളും അവളുടെ അമ്മ അറിയാതെ സയൻസ് സെലക്ട് ചെയ്യുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവളുടെ അമ്മയാണ് ഈ കാര്യം മുമ്പേ അറിഞ്ഞ് ഇവളുടെ സാറിനോട് ഇവൾ ആർട്സാ പഠിക്കാൻ പോകുന്നതെന്ന് സൈൻ ഇട്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളാണ് അപ്സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ സയൻസ് പഠിച്ച് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് അവളുടെ അമ്മയോട് ചോദിക്കുമ്പം അവളുടെ അമ്മയും ദേഷ്യത്തി നിന്റെ ഫ്രണ്ട്സൊക്കെ സയൻസ് സെലക്ട് ചെയ്തോണ്ട് നിനക്ക് സയൻസ് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞ് ആദ്യം ഇവളെ കുറിച്ച് കെയർ ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ ശീശയാണ് ഇതോട് വിഷമിച്ച് അവൾക്ക് സയൻസ് പഠിക്കാൻ ആഗ്രഹം പറഞ്ഞ് അവളുടെ അമ്മയെ സമാനപ്പെടുത്താൻ നോക്കുമ്പം അവളുടെ അമ്മ അവരെടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചിരിക്കും, കാരണം ആർട്സ് പഠിച്ചാല് ഇവൾക്ക് അവരെ പോലെ തന്നെ ലോയറായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് അത് തന്നെ ചൂസ് ചെയ്യാൻ പറയുമ്പം ഇവൾ അവസാനം അവളുടെ അമ്മ
അമ്മയുടെ സമ്മതത്തിന് ഓക്കെ അറിയും. എന്നിട്ട് അവളും വെള്ളിയാഴ്ച ഇവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടും ചോദിക്കുമ്പം ഇവളുടെ അമ്മേനെ സമ്മതിക്കും. പക്ഷെ വെള്ളിയാഴ്ച ട്യൂഷൻ ഉള്ളതുകൊണ്ട് ഇവളെ ഞായറാഴ്ച വയ്ക്കാൻ വേണ്ടി പറയും. അങ്ങനെയാണ് ശനിയാഴ്ച പിയാനോ ക്ലാസ്സിനൊക്കെ പോയിട്ട് ഇവൾക്ക് സമ്മാനത്തി ബർത്ത്ഡേ ആഘോഷിക്കാൻ പറയുമ്പോഴാണ് ഇത് കേട്ട് അവളാണ് ദേഷ്യത്തി എന്റെ ബർത്ത്ഡേ വെള്ളിയാഴ്ച അല്ലേ, നിങ്ങൾ എന്തിനാ ഞായറാഴ്ച വയ്ക്കാൻ പറഞ്ഞു ചോദിക്കും. പക്ഷെ അവസാനം എല്ലാ തീരുമാനം എടുക്കുന്ന അവളുടെ അമ്മയായിരിക്കും. അതുകൊണ്ട് ഞായറാഴ്ച തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവള് വിഷമിച്ചിട്ട് ഹുവാന് മെസ്സേജ് പറയും അവളുടെ അമ്മ അവൾ ആർട്സ് പഠിക്കാനാ സമ്മതിച്ചെന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഹുവാൻ കുറച്ച് അപ്സെറ്റ് ആയി, കാരണം ഇവള് സയൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത ദിവസം ക്ലാസ് വെച്ച് പിള്ളേരെല്ലാരും കൂടെ ആർട്സ് ചൂസ് ചെയ്ത നമ്മുടെ ഫ്യൂച്ചറോ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇത് കേട്ട് അവള് കുറച്ച് വിഷമിച്ചിരിക്കുമ്പം അതേസമയം ടിയാനും ആർട്സ് എടുത്തവർ ഒന്നും കൂടെ ആലോചിച്ചാന്ന് പറഞ്ഞിട്ട് സയൻസിനെ പേടിച്ച് ആരും പിന്മാറണ്ടെന്ന് പറയും. അവരാണ് ക്ലാസ്സിലേക്ക് വരുന്ന ജിങ്ഷിയാണ്, എടാ കണ്ണാടി ഒന്ന് മിണ്ടായിരിക്കടാ, അവർക്ക് ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്തോളും, നീ നിന്റെ ബുക്ക് എടുത്ത് പഠി. എന്നിന് അവരെ ക്ലാസ്സിൽ കയറി വരുമ്പോഴാണ് ഇത് കാണുന്ന ശീശയാണ് ഇവൾ ആർട്സിലേക്ക് പോകുന്നുണ്ട്. ഹുവാൻ മറ്റേ ക്ലാസ് ലീഡറായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവൾക്ക് ജലസാകും. അങ്ങനെ അതിനുശേഷം ഹുവാനാണ് സീറ്റിലേക്ക് വന്നിട്ട് ഈ വെള്ളിയാഴ്ച ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാമോ എന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ ശീശ അന്ന് ട്യൂഷൻ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇവള് ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ലെന്ന് പറയും. അതിനുശേഷം അവിടേക്ക് വരുന്ന സാറാണ് സായൻസ് എടുത്താലും ആർട്സ് എടുത്താലും നിങ്ങൾ ഈ സ്കൂളിൽ തന്നെ പഠിക്കാമോ എന്ന് പറഞ്ഞ് അവരൊക്കെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും ഇന്നത്തോടെ ക്ലാസ് മാറാൻ പോവാ. അങ്ങനെ ആ വിഷമത്തിൽ എല്ലാവരും ഉള്ള. അതിനുശേഷം അന്ന് രാത്രി ഇവരൊക്കെ വേറെ ക്ലാസ്സിലേക്ക് മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവരുടെ ഒരു മെമ്മറി ആയിട്ട് ക്ലാസ്സിൽ വെച്ചൊരു വീഡിയോ പ്ലേ ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും ശീശ അറിയാൻ വരുന്ന അത് ഇവരുടെ മെമ്മറീസിന്റെ വീഡിയോ അല്ല, ഇവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി റെഡിയാക്കിയ വീഡിയോ ആണെന്ന്. അതിനകത്ത് ക്ലാസ് ലീഡറും ശീശ നല്ലോണം കഥ എഴുതുന്നുണ്ട് അവളുടെ ആഗ്രഹം അനുസരിച്ച് റൈറ്ററായിട്ട് തന്നെ മാറുമെന്ന് പറഞ്ഞ് അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറയും. അങ്ങനെ അപ്പോഴായിരിക്കും ഇവിടെ ശീശിക്ക് മനസ്സിലാകുന്ന ഹുവാൻ ഇങ്ങനെ ഇവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയ രാവിലെ അവളായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിച്ചോണ്ടെന്ന്. അങ്ങനെ അതുകൊണ്ട് അവളിപ്പോ ഹുവാനെ കുറിച്ച് മനസ്സിലാക്കി ഇമോഷണൽ ആയിരിക്കുമ്പോഴാണ് അതേസമയം വേറെ പയ്യന്മാരൊക്കെ ബർത്ത്ഡേ വിഷ് എന്ന് പറഞ്ഞ് ഇവള് പ്രപ്പോസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ കണ്ട് അവളും ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അടുത്തായിട്ട് ഹുവാനും നമ്മ രണ്ടുപേര് കട്ടയ്ക്ക് ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവൾക്ക് വിഷ് പറയും. അതിനുശേഷം അടുത്തായിട്ട് സോങ് വരുമ്പോഴാണ് ഇവളാണ് സോങ്ങും സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഷോക്കായിരിക്കും. അതേസമയം അവൻ എന്നെ നോക്കലെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഷൈ ആയിരിക്കുക. അടുത്തായിട്ട് ജിങ്ഷി എന്ന് പറഞ്ഞ് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ഉടനെ ഇവളും അത് സന്തോഷത്തിൽ അങ്ങായി പോകും. അങ്ങനെ അതിനുശേഷം ഇവർക്കെല്ലാം അവളും താങ്ക്സ് പറഞ്ഞിട്ട് അവളുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ ഇതായിട്ട് ഇപ്പൊ മാറി എന്ന് പറയും. എന്നിട്ട് ക്ലാസ് ലീഡറും ആർട്സിലേക്ക് പോകുന്നവർക്കെല്ലാം ഒരു കാര്യം പറഞ്ഞോളാം, ഞങ്ങളുടെ സയൻസ് ബാച്ച് എപ്പോഴും ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ് അവരൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടൊന്ന് സംസാരിക്കാൻ പറയും. അങ്ങനെ അതോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Look at me sometimes like all you want to do